നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജംഭുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര, ഓം വിഘ്നേശ്വര, ഓം പാർവതി ദേവി അമ്മി ഭഗവതി, ഓം സുബ്രഹ്മണ്യ സ്വാമി, അയ്യപ്പസ്വാമി, ദുർഗാദേവി ഭദ്രകാളിയമ്മി, കാവുദേവി. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 കുറിച്ച് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഈശ്വരൻ്റേതായിരിക്കുന്ന സവിധങ്ങളിലെത്തി പ്രാർത്ഥന നടത്തുകയും പൂജാതി കർമ്മങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുകയും ഈശ്വരൻ നാമം ഉരുവിടുകയും മന്ത്ര ഉച്ചാരണങ്ങൾ ചൊല്ലി ശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ വന്നു നിറയുന്ന 2026 വർഷം. അതിൽ ജനുവരി ഫെബ്രുവരി മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് യോഗങ്ങളായിട്ടാണ് ഈ 2 മാസങ്ങളും പിന്നോട്ട് പോയത്. ഇനി ഇപ്പോഴെത്തി നിൽക്കുന്നത് മാർച്ച് മാസമാണ്. മാർച്ചിൽ തുടക്കം തന്നെ ഒട്ടനവധി യോഗങ്ങൾക്ക് സാധ്യതയുള്ള സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയും എല്ലാ നല്ല വശങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാൻ പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് വേണ്ടത്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഈ പ്രപഞ്ചം തീർച്ചയായിട്ടും ശാസ്ത്രത്തിൻ്റെ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നു എന്ന് വിശ്വസിച്ചുകൊള്ളുക. ആ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നെങ്കിലും അതെല്ലാം ഒരു വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരൻ്റേതായിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഫലമായി ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. നമുക്കും നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാവണമേ എന്ന് വളരെ സത്വസ്വരൂപനായി സാത്വികനായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് മഹാലക്ഷ്മി രാജയോഗത്തെക്കുറിച്ചാണ്. മഹാലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സമ്പത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹമൂർത്തി തന്നെയാണ് മഹാലക്ഷ്മി ദേവി. പാൽക്കടലിൽ പള്ളികൊള്ളുന്ന മഹാവിഷ്ണുദേവൻ്റെ വാമഭാഗമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു. നമ്മളെ സ്ഥിതി ചെയ്യിക്കുന്ന ദേവനാണ് മഹാവിഷ്ണുദേവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതിപരമായ എല്ലാ വ്യവസ്ഥകളും മുന്നോട്ട് നീങ്ങുന്നതിനുപരി അതിന് വേണ്ടുന്ന സാമ്പത്തിക നിലപാടുകൾ സ്വീകരിച്ച് സാമ്പത്തികമായ അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ മുന്നോട്ട് കൈപിടിച്ചു നയിക്കുന്ന ഒരു വലിയ യോഗമാണ് മഹാലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. മാർച്ച് ആദ്യ ആഴ്ചയിൽ രൂപം കൊള്ളുന്ന ശുക്രൻ്റെ മീനം രാശി സഞ്ചാരം, ആ മീനം രാശി സഞ്ചാരത്തിൽ ശുക്രൻ ഉച്ചസ്ഥായിയിൽ എത്തുക എന്ന് പറയുന്നതാണ്. മീനം രാശിയിൽ ശുക്രൻ ഉച്ചസ്ഥായിയിൽ എത്തുകയും ചൊവ്വ ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുമായിട്ടുള്ള ചേർച്ചയുടെ അടിസ്ഥാനത്തിലുമൊക്കെ സംജാതമാകുന്ന വലിയ ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹമാണ് ഈ മഹാലക്ഷ്മി യോഗം എന്ന് പറയുന്നത്. മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ഭാഗ്യദായകമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന 4 രാശിക്കാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ശുക്രനും അതുപോലെ തന്നെ ശുക്രനും മറ്റ് പ്രധാന ഗ്രഹങ്ങളും ഒന്നുപോലെ വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന മഹാലക്ഷ്മി രാജയോഗം ജ്യോതിഷപ്രകാരം 4 രാശിക്കാരിലേക്കാണ്
ഈ മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ വന്നു നിറയാൻ പോകുന്നത്. അതിലാദ്യത്തേത് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം പകുതി ചേരുന്ന ഇടവക്കൂർ. എന്തിനും ഏതിനും സാമ്പത്തികം അനിവാര്യമായി നിൽക്കുന്ന ഈ കാലയളവിൽ അതുണ്ടാകുന്നതിനാവശ്യമായ എല്ലാ വഴികളും നമുക്ക് നൽകുകയാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള അനുഗ്രഹം മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. അതായത് ഇടവക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് സമ്പത്ത് ഇനി എങ്ങനെ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. സമ്പത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ കർമ്മം വളരെ പരിശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രവൃത്തി പരിശുദ്ധമാക്കി കൊണ്ടുപോയാൽ മാത്രം മതിയാകും. സർവാത്മനാ ഭാഗ്യം നിങ്ങളുടെ ഒപ്പം തന്നെ എത്തിച്ചേരും. മഹാലക്ഷ്മിയുടെ തലോടലേൽക്കുവാൻ ഭാഗ്യമുള്ള നക്ഷത്രജാതരാണ് ഈ രാശിയിൽ പിറന്നിരിക്കുന്നത്. ഇടവം രാശിയിൽ പിറന്നിരിക്കുന്ന നക്ഷത്രജാതർക്ക് തീർച്ചയായിട്ടും മഹാലക്ഷ്മി ദേവി അനുഗ്രഹത്താൽ അവരെ സംപ്രീതമാക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മഹാലക്ഷ്മി ദേവി സംപ്രീതയായി ഇവർക്ക് അനുഗ്രഹങ്ങൾ പൂർണ്ണമായി നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത്രത്തോളം ഭാഗ്യമുദിക്കുന്ന രാശിക്കാരാണിവർ. ഇടവക്കൂറുകാരുടെ രാശിയാധിപനായിരിക്കുന്ന ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. അതിനാൽ ഇവർക്ക് അതിശയിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള സമൃദ്ധിയാണ് വന്നു ചേരാൻ പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതായ രാശിക്കാരാണിവർ. ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല എന്നുള്ളതാണ്. പഠന കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഏർപ്പെടുന്ന കർമ്മ മേഖലയുടെ കാര്യത്തിലാണെങ്കിലും എന്താണോ ഇവർ ആഗ്രഹിക്കുന്നതിന് ഇരട്ടിയായി തന്നെ ഇവരുടെ കൈവശങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവരുടെ ഭാഗ്യം. ശുക്രൻ ഇവർക്ക് രാശ്യാധിപനായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയുടെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും എന്ന് വേണ്ട നന്മയുടെ അനുഗ്രഹത്തിൻ്റെയും ധനാഭിവൃദ്ധിയുടെയും ഒക്കെ ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങളാണ് ഈ പറയുന്ന മഹാലക്ഷ്മി രാജയോഗത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ സർവ്വ തടസ്സങ്ങളും ഒഴിവാകുകയാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ ഇവർക്ക് സംജാതമാകാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തോളം വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവമാണ് ഈ രാശിക്കാരിലേക്ക് നിറയുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. തടയപ്പെട്ട ധനം തിരികെ ലഭിക്കും. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനുള്ള ഭാഗ്യം, ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ഭാഗ്യവുമൊക്കെ ഇവരിലേക്ക് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സമ്പത്ത് അധികരിച്ചു തന്നെ ഇവരുടെ കയ്യിൽ വന്നു ചേരും. അടുത്തത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രം കാൽ ചേരുന്ന ചിങ്ങക്കൂറാണ് അടുത്തത്. ചിങ്ങക്കൂറുകാരുടെ കർമ്മ വ്യവസ്ഥയിലും ലാഭഭാവത്തിലും അനുഗ്രഹവേദ്യമായ ഗ്രഹങ്ങൾ വന്നു നിറയുന്ന സമയമാണ്. ശുക്രൻ്റെ മീനം രാശിയിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംജാതമാകുന്ന മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. എല്ലാ തരത്തിലുള്ള വളർച്ചയും അതുപോലെ തന്നെ ആഹ്ലാദവും ആനന്ദവും ഇവരിലേക്ക് വന്നു ചേരുകയാണ് ഈ മഹാലക്ഷ്മി രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. സാമ്പത്തിക വളർച്ച, കലാപരമായ വളർച്ച, സാഹിത്യപരമായ വളർച്ച, രാഷ്ട്രീയപരമായ വളർച്ച എല്ലാം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരിൽ തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതാണ്. ധാരാളം ധനം, ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലും ജീവിതത്തെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ഇവർക്ക് അതെല്ലാം നടക്കുന്ന ഒരു കാലമായിട്ടാണ് നമുക്ക് ശുക്രൻ്റെ മീനം രാശിയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന മഹാലക്ഷ്മി യോഗത്തിലൂടെ ഇവർക്ക് അനുഭവിക്കാൻ പോകുന്നത്. ജോലിയിലുള്ള മാറ്റം, ശമ്പളഗതിയിലുള്ള വർധനവ്, അംഗീകാരങ്ങൾ, വിദേശത്തു നിന്നുള്ള ധനാഗമം, സൗഹൃദങ്ങളിലൂടെയുള്ള വളർച്ച തുടങ്ങിയവയൊക്കെ ചിങ്ങക്കൂറുകാരായിരിക്കുന്ന നക്ഷത്രജാതർക്കുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി, തൊഴിൽ കാര്യത്തിലുണ്ടാകുന്ന പുരോഗതി,
വൈവാഹിക ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറുന്നതിനായിട്ടുള്ള ഭാഗ്യം, അതുപോലെ തന്നെ കാർഷിക മേഖലയിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറും. സാമ്പത്തികമായി പല വ്യവസ്ഥകളിൽ ലഭിക്കുവാനുള്ള പണമെല്ലാം തന്നെ വന്നു ചേരും. ഒന്നിനും ഒരു തടസ്സമുണ്ടാകാതെ എല്ലാം കൈകളിലേക്ക് വന്നു നിറയുന്ന വളരെ നല്ല സമയമായിട്ടാണ് ചിങ്ങക്കൂറുകാർ ഈ സമയത്തെ കണക്കാക്കേണ്ടുന്നത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന വൃശ്ചികക്കൂറ്. ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും അനുകൂലമായ ബന്ധം ഈ കൂറുകാർക്ക് വളരെ ഭാഗ്യദായകമായി വന്നു ചേരാൻ പോവുകയാണ്. ഒപ്പം മഹാലക്ഷ്മി രാജയോഗവും ഇവരെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ശുക്രൻ്റേതായ അനുഗ്രഹവും ചൊവ്വയുടെയും ചന്ദ്രൻ്റെയും ഒക്കെ അനുഗ്രഹം ഒന്നു ചേർന്ന് വന്നാൽ, ചൊവ്വ ഒരു പാപഗ്രഹമായി നിൽക്കുന്നുവെങ്കിലും ഇവരുടെ കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം ഇരട്ടിയാണ്. ആയതുകൊണ്ട് തന്നെ ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വളരെ ഭാഗ്യം ഉണ്ടാകുന്ന വ്യവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത്. ലോട്ടറി പോലെയുള്ള വമ്പൻ തുകയൊക്കെ ഭാഗ്യമായി വന്നു ചേരാം. അത് സ്വദേശത്തോ വിദേശത്തോ ഉള്ള ലോട്ടറികളിലൂടെ ഭാഗ്യം വന്നു ചേരാം. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, കച്ചവടാദി കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യവഹാരങ്ങൾ, അതായത് കേസുകൾ തുടങ്ങിയവയിലൂടെയുള്ള വിജയം, ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് സാമ്പത്തിക ഗതി ഉയർന്നു വരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ സാധ്യത, അതുപോലെ ശമ്പളഗതിയിലുള്ള വർധനവ്, ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫർ തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. പോലീസ്, അധ്യാപക ജീവിതം, അതുപോലെ തന്നെ മിലിറ്ററി ജീവിതം തുടങ്ങിയ വ്യവസ്ഥകളിൽ മുന്നോട്ട് പോകുന്നവർക്ക് കീർത്തിതമായിരിക്കുന്ന ഒട്ടനവധി അവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. വളരെ നന്മ സ്ഫുരിക്കുന്നതായിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ വളരെ നന്നായി വന്നു നിറയുന്ന സർവ്വ സൗഭാഗ്യങ്ങളുടേതായിരിക്കുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതരിലേക്ക് വരാൻ പോകുന്നത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. സമ്പത്തിൻ്റെതായ നിലവാരം ഉയരും. രോഗ അരിഷ്ടകളിൽ നിന്നുള്ള രക്ഷനീടലുണ്ടാവും. അലസത മാറ്റമുണ്ടായി വളരെ കാര്യഗൗരവമായിട്ട് കർമ്മ വ്യവസ്ഥകളിലേക്ക് ചെല്ലാൻ കഴിയും. എല്ലാം കൊണ്ടും വളരെ വളരെ അനുകൂലമായിരിക്കുന്ന, വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം സിദ്ധിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഒരു വർഷം 2026 തുടങ്ങി ഈ പറയുന്ന മഹാലക്ഷ്മി രാജയോഗത്തിൻ്റേതായിരിക്കുന്ന അനുഭവം ഒരു വർഷക്കാലത്തോളം ഇതിൻ്റെ സൗഭാഗ്യങ്ങളെ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. തൊടുന്നതെന്തും ഭാഗ്യമായിരിക്കും. എപ്പോഴും ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഈശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നുമേ നടക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന വ്യവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുന്നതും ഈ അനുഗ്രഹങ്ങൾ നൽകണമേ എന്നുള്ളതാണ്. മഹാലക്ഷ്മി രാജയോഗത്തിന് എനിക്ക് ഇപ്പോൾ വശമുണ്ട്. ആ മഹാലക്ഷ്മി രാജയോഗം എന്നിലേക്ക് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും കിടക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രിയിൽ കിടക്കുമ്പോഴും എല്ലാം ഈശ്വരൻ്റേതായിരിക്കുന്ന ആ ഒരു ഭാവത്തിനെ മനസ്സിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അടുത്തത് മീനക്കൂറാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനക്കൂറാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ നിൽക്കുന്നത്. ആയതുകൊണ്ട് ഗുണാനുഭവങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വളരെ സമയോചിതമായി നിങ്ങൾക്ക് ലഭിക്കാനുള്ളതെല്ലാം തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ധനമഴ നനയാനുള്ള ഭാഗ്യം മീനം രാശിക്കാരായ നക്ഷത്ര ജാതർക്കുണ്ട് എന്നുള്ളതാണ്. കിട്ടാതെ കിടന്ന ധനം തിരികെ ലഭിക്കും. ആഭരണാദികൾ, വസ്ത്രങ്ങൾ, പുതിയ വാഹനം, പുതിയ വീട്, വസ്തുവകകൾ തുടങ്ങിയവ വാങ്ങാനുള്ള എല്ലാ ഭാഗ്യവും മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതറിലേക്ക് വന്നു നിറയും. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൽ പരമാവധി മാറ്റം. ഇന്നലെ വരെ നമ്മളെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ വേറൊരു നിലവാരത്തിലേക്കായിരിക്കും ഇനി നമ്മളെ കാണാൻ പോകുന്നത്. സമ്പത്തിൻ്റെ മേന്മ ലഭിക്കപ്പെടുമ്പം എവിടെയും സ്ഥാനമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അത്തരമൊരു മേന്മയിൽ വന്നു ചേരാനും സ്ഥാനമാനങ്ങൾ ലഭിക്കാനുമുള്ള ഭാഗ്യം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുകയാണ്. മഹാലക്ഷ്മി ദേവിയുടേതായ അനുഗ്രഹം
തീർച്ചയായിട്ടും നിറഞ്ഞു നിൽക്കുന്ന രാശിയാണ് മീനം രാശി നക്ഷത്ര ജാതം. കുബേര ഭഗവാന്റെ അനുഗ്രഹവും ഈ രാശിക്കാർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കലാ, കായിക, സാഹിത്യാദി സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം തന്നെ ബന്ധപ്പെട്ടു നിൽക്കുന്ന മീനം രാശി നക്ഷത്ര ജാതർക്ക് നേതൃത്വ പദവികളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കുന്ന അനുഗ്രഹമാണ് മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. മീനം രാശിക്കാരായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകും. തൊഴിൽ അന്വേഷകരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കെത്തുന്ന വലിയ തൊഴിലുകൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല തരത്തിൽ ഏണിങ്സുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ധാരാളം സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന തരത്തിൽ ഉയർന്നു പോകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗൾഫ് കൺട്രികളാണ്. അതല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യവും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. എല്ലാ ഗുണാനുഭവങ്ങൾക്കും ഒരുപാട് താങ്ങുകൾ ലഭിക്കുന്നതായിരിക്കുന്ന ഒരു നക്ഷത്രമാണിത്, അല്ല ഒരു രാശിയാണിത്. എല്ലാ വ്യവസ്ഥകൾക്കും ഒരു കൈത്താങ്, മഹാലക്ഷ്മി ദേവിയുടെ ഒരു കൈത്താങ് എപ്പോഴും ഉണ്ടാകുന്ന നക്ഷത്ര ജാതരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും ശുക്രൻ്റെ അനുഗ്രഹം, ചൊവ്വ, ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങളുടെ എല്ലാം അനുഗ്രഹവും, അതിലൂടെ മഹാലക്ഷ്മി രാജയോഗം ഉണ്ടാകുമ്പോൾ ആ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും തുടങ്ങി ദൈവികമായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും നിങ്ങളെ ഒന്നുപോലെ ചേർത്തു നിർത്തുന്നതായിരിക്കുന്ന വ്യവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. മാർച്ച് 2 മുതലുള്ള സമയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2027 എത്തും വരെ ഇനി തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല. ദൈവികമായ ചിന്തകൾ, അനാവശ്യമായ വ്യവസ്ഥകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. മദ്യപാനം, പുകവലി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഈശ്വരൻ്റേതായിരിക്കുന്ന സന്നിധിയിൽ കുടുംബത്തെ കൂടി ചേർത്ത് നിർത്തി പോവുക. ഏറ്റവും അനുകൂലമായ നല്ല സമയമാണ് എത്താൻ പോകുന്നത്, ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സം, തൊഴിൽ തടസ്സങ്ങൾ, കാർഷിക മേഖലയിലെ തടസ്സങ്ങൾ, അതുപോലെ യാത്രാ തടസ്സങ്ങൾ, ഇത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിവാകുന്ന വളരെ മനോഹരമായ മുഹൂർത്തങ്ങൾ വന്നു ചേരാൻ സമയമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ മാർഗമില്ല. മീനക്കൂറുകാരായിരിക്കുന്ന ഈ നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഭാഗ്യദായകമാണ്. സിനിമാ മേഖലകളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുന്ന സമയമാണ്. രാഷ്ട്രീയ മേഖലയിൽ വളരെ ഉന്നതമായ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം വന്നു ചേരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നന്മയുടേതായിരിക്കുന്ന നല്ല വശങ്ങൾ വന്നു നിറയുന്ന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകാൻ കഴിയുന്ന ഒരു വർഷമായിട്ട് നമുക്ക് ഈ 2026 കണക്കാക്കാം. അതുപോലെ മിഥുനം, കന്നി തുടങ്ങിയ കൂറുകാർക്ക് അതായത് ഏകദേശം പരിമിതമായ ഗുണങ്ങൾ ഈ മഹാലക്ഷ്മി രാജയോഗത്തിലൂടെ ഉണ്ടാകും. മഹാലക്ഷ്മി അഷ്ടകം എല്ലാ ദിവസങ്ങളിലും ഒരു നേരമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. രാവിലെയോ വൈകുന്നേരത്തോ ഒരു നേരമെങ്കിലും ആ അഷ്ടകം ചൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുവാനുള്ള ഭാഗ്യം, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഭാഗ്യം വന്നു ചേരും. അതുപോലെ കർക്കിടകം, ധനു കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ വ്യവസ്ഥകൾക്ക് ചില മാറ്റങ്ങളുണ്ടാവും. ഈശ്വര സന്നിധിയിൽ അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് നിങ്ങളും ചെയ്യേണ്ടുന്നത്. അപ്പോൾ അതിന് ഗുണപരമായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരും. മഹാലക്ഷ്മി അഷ്ടകം, മഹാലക്ഷ്മി ഭജനം, കനകധാര സ്തോത്രം തുടങ്ങിയവ ജപിക്കുക. ആ ജപം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുതരും. എല്ലാ നന്മകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.